എഫേസ്യ ലേഖനം 1 അധ്യായം 20 മുതൽ 22 വരെ ദൈവമഹത്വത്തിൻ്റെ തുടർച്ച. അത്ഭുതാവഹവും അപരിമേയവുമായ ദൈവശക്തിയുടെ പ്രത്യക്ഷ പ്രകടനം അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച് സകല ശക്തിക്കും അധികാരത്തിനും വാഴ്ചകൾക്കും ഉപരിയായി ആരോഹണം ചെയ്യിച്ച് തൻ്റെ സ്വന്തം വലത്തുഭാഗത്ത് സർവ്വാധികാരമുള്ള കർത്താവായി ഇരുത്തിയതിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യ പരിമിതികളെ സ്വീകരിച്ച് മർത്യനും മൺമയനുമായി ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന പുത്രനാം ദൈവത്തെ ഉയർത്തിയ ദൈവത്തിൽ നമുക്കും പ്രത്യാശ വയ്ക്കാം. അവിടുന്ന് നമ്മെയും ഉയർത്തും. അവിടുന്ന് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ അതെ എന്നത്രേ. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നിവർത്തിച്ചിരിക്കുമെന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസവും പ്രത്യാശയും ധൈര്യവും. സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി സഭയാകുന്ന ശരീരത്തിന് കൊടുത്തിരിക്കുന്നു എന്ന 22-ാമത്തെ വാക്യവും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമാണ് സഭയെന്ന 23-ാമത്തെ വാക്യവും വെളിപ്പെടുത്തുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിതാവാം ദൈവം ക്രിസ്തുവിൽ കൂടി സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, മനുഷ്യനെ അതിനുള്ളിലാക്കിയിരിക്കുന്നു. ആരാധനയും വിശുദ്ധ ജീവിതവും കൊണ്ട് സ്വർഗം ഭൂമിയിൽ ആയിരിക്കുന്നത് നാം അനുഭവിക്കുന്നു. അതായത് പിതാവാം ദൈവം സർവ്വപ്രപഞ്ചത്തെയും ക്രിസ്തുവിന് കീഴാക്കി കൊടുത്തിട്ട് ക്രിസ്തുവിന് പ്രപഞ്ചത്തിന്മേലുള്ള രാജ്യത്വ അധികാരത്തിന് പുതിയ ഇസ്രായേലായിത്തീരുന്ന വിശ്വാസികളെയും അവിടുത്തെ കരുണയാൽ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി അവിടുത്തെ ശരീരമാകുന്ന സഭയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിശ്വാസികളിലേക്ക് പകരുന്ന ദൈവമഹത്വത്തിൻ്റെ തുടർച്ച. അവിടുത്തെ കരുണ നാം മനസ്സിലാക്കണമെന്നുള്ളതാണ് അപ്പോസ്തലൻ്റെ ഈ ഭാഗത്തെ പ്രാർത്ഥന. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി കലർന്നുകൊണ്ട് വിശ്വാസികളായ നിൻ്റെ ജനം മുഴുവനും ശ്രോപ്പയന്മാരെ പോലെ തൃത്വസ്തുതികളാൽ നിന്നെ സ്തുതിച്ച് കീർത്തിക്കുന്നു എന്ന വിശുദ്ധ കുർബാന മധ്യേയുള്ള പട്ടക്കാരൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയോട് ഇതിനെ ബന്ധിപ്പിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശയും ആശ്വാസവുമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.